സ്ഥലം ഞാൻ ഈ പറയുന്നത് നല്ലതാണെങ്കിൽ നല്ലത് പറയണം, അല്ലെങ്കിൽ അല്ലാന്ന് ഞാൻ പറയണം. ആടിന്ന് വല്ലാതെ കമന്റ്സുകളുടെ പവറേഷൻ അല്ലേ. ഞാൻ കാര്യം പറയാനായിട്ട് നമ്മളെ നാട്ടിൽ പുറത്ത് എത്ര പഞ്ചായത്ത് ഗ്രൗണ്ട് ഉണ്ട് നമ്മളെ അഭിപ്രായത്തിൽ. ഇപ്പൊ ഞങ്ങളെ പഞ്ചായത്തിൽ ഗ്രൗണ്ടുള്ളൂ എന്റെ അറിവിൽ ഒന്നെന്നുള്ളൂ, അത് ആനമങ്ങാടാണ്. ഒരു പഞ്ചായത്തില് ഗ്രൗണ്ട് ഉള്ള സ്ഥലത്ത് ആനമങ്ങാടാണ്. ആനമങ്ങാടിക്ക് ഞങ്ങൾ വിൽക്കാൻ പോവാണെങ്കിൽ കുറെ ദൂരമുണ്ട്. അപ്പൊ എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, ഞാൻ തെറ്റാണ് ശരി ഞാൻ പറയുന്നില്ല, എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ എന്ത് കൂട്ടിക്കോ. നമ്മുടെ ഈ പഞ്ചായത്തിന് മിനിമം 3-4 കളിസ്ഥലങ്ങൾ വേണം. മിനിമം മൂന്നോ രണ്ടെന്തെങ്കിലും കളിസ്ഥലങ്ങൾ മിനിമം വേണം പഞ്ചായത്ത്. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ ഫുൾ ഫോണിലും അഡിക്റ്റായിട്ട് നടക്കുന്നത്. എല്ലാ കുട്ടികളും ഫോണിന് ചോറ് വെച്ച് ചെറിയ കുട്ടികൾ ഫോണ് കൊടുക്കുക. അത് മാതാപിതാക്കളെ കുറ്റമാണ്, അത് ഞാൻ പറയില്ല. കുട്ടികളെ കുറ്റമല്ല, മാതാപിതാക്കളെ കുറ്റമാണ് ചോദിക്കും. അതല്ല നമ്മുടെ വിഷയം ഞാൻ പറയുന്നത്. നമ്മളെ കളിസ്ഥലം, കുട്ടികൾക്ക് കളിക്കാൻ കളിസ്ഥലമാണ്. മിനിമം ഒരു കളിസ്ഥലം എങ്കിലും വേണം. അപ്പൊ നമ്മളെ തായ്ക്കോട്ട് പഞ്ചായത്തിൽ എവിടെ എനിക്ക് കിട്ടില്ല, ചട്ടനാട് പഞ്ചായത്തിൽ അന്നാന്തോട് ഗ്രൗണ്ടാണ് എനിക്കറിയാം. നമ്മളെ മിനിമം 3-4 കളിസ്ഥലം. ഞാൻ ഈ പറയുന്നത് നല്ലതാണെങ്കിൽ നല്ലത് പറയണം, അല്ലെങ്കിൽ അല്ലാന്ന് ഞാൻ പറയണം. ആടിന്ന് വല്ലാതെ കമന്റ് ചെയ്യാം. കളിസ്ഥലം മിനിമം ആണ്. നമ്മുടെ ഈ നാട്ടില് കുട്ടികൾ കളിക്കാൻ, വളരാൻ കളിസ്ഥലം എന്തായാലും ആവശ്യമാണ്. കുട്ടികൾ വളരണം, കളിച്ച് വളരണം. ഫുട്ബോൾ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും ഹോക്കി ആണെങ്കിലും വോളിബോൾ ആണെങ്കിലും സ്വിമ്മിങ്ങിനാണെങ്കിലും എല്ലാ തരത്തിലും കുട്ടികളെ പ്രോത്സാഹിക്കണം. നമ്മൾ കളിസ്ഥലം എന്തായാലും അനിവാര്യമാണ്. എന്റെ എല്ലാ സ്ഥലത്തും കളിസ്ഥലം അനിവാര്യമാണ്. 3-4 ചില സ്ഥലത്ത് ഇപ്പൊ ഞങ്ങളുടെ സ്ഥലത്ത് ഇപ്പൊ പാർക്കണം 3 കോരം കൂടി ഗ്രൗണ്ട് ഇല്ല. അതിന് ഞങ്ങൾ പാർക്കാൻ ഇടുന്നുണ്ട്. ഓൾക്ക് ഗ്രൗണ്ട് ഇല്ല. നമ്മൾ വൈലപ്പാറയിലാണ്. അങ്ങനെയുള്ള സ്ഥലത്തുള്ളൂ കളിക്കാൻ ആളുകളില്ല കളിക്കാൻ. അപ്പൊ നമ്മൾ കളിസ്ഥലം, ഞാൻ പറയുന്നത് തെറ്റായി തെറ്റുകൾ പറയാം, ശരിയാണെങ്കിൽ ശരി പറയാം. അത് നമ്മൾ ഞങ്ങളോട് പറയണ്ടത്. ഓക്കെ.